എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നൊട്ടുസ്വരം എന്താണെന്ന് നോക്കാം. നൊട്ടുസ്വരം എന്ന് പറഞ്ഞാൽ അത് കർണാടക സംഗീതത്തിലെ ഒരു വളരെ ലളിതമായൊരു സംഗീത വിഭാഗമാണ് നൊട്ടുസ്വരം എന്ന് പറയുന്നത്. ഭാരതത്തിലെ മഹാനായ സംഗീതജ്ഞൻ ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ നൊട്ടുസ്വരം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ ജീവിച്ചിരുന്നത്. അപ്പോൾ മുത്തുസ്വാമി ദീക്ഷിതരുടെ സഹോദരൻ ബാലുസ്വാമി ദീക്ഷിതർ അദ്ദേഹം വയലിനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ വയലിൻ എന്ന് പറഞ്ഞത് ഒരു പാശ്ചാത്യ സംഗീതോപകരണമാണ്. അപ്പോൾ അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടപ്പോൾ മുത്തുസ്വാമി ദീക്ഷിതർ അദ്ദേഹം എഴുതി വച്ചിരുന്ന സംസ്കൃത കൃതികൾ ആ ഒരു ശൈലിയിൽ രൂപപ്പെടുത്തി. അതാണ് ഈ നൊട്ടുസ്വരം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. വളരെ ലളിതമായ ഒരു സംഗീത വിഭാഗമാണ് നൊട്ടുസ്വരം. അതായത് ഇപ്പോൾ കർണാടക സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നൊട്ടുസ്വരം എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും കഴിയും. അതോടൊപ്പം അത് നമ്മുടെ സ്വരസ്ഥാനം ശരിയാക്കാൻ ഉറപ്പിക്കാനുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ് ഈ നൊട്ടുസ്വരം എന്ന് പറയുന്നത്. ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ 40ഓളം നൊട്ടുസ്വരങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം ധീരശങ്കരാഭരണം